Welcome to Giggly Cow. ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ പോവാണ്. ഒരു ബൈക്ക് റൈഡ്. എങ്ങോട്ടാന്ന് വെച്ചാല് അത് ഞാൻ ഈ പോകുന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങോട്ടാണ് എന്നുള്ളത്. ഒരു ലോങ് ഡ്രൈവ് ആണ് എന്തായാലും ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ഒരു സുപ്രഭാതം തീരുമാനിക്കാന്നൊക്കെ പറയും, അതേപോലെ തീരുമാനിച്ചാണ് ബൈക്കില് ഒരു ലോങ്. അപ്പൊ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എവിടെയാന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, അതാവുന്ന ഉണ്ടാവുക. അപ്പൊ ഗൈസ്, ഞങ്ങൾ പോകുന്നത് ഹൈവേ വഴിയാണ് പോകുന്നത്. എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ കന്യാകുമാരി പോവുകയാണ് ഗൈസ്. കന്യാകുമാരി. ഇനിയിപ്പോ നമുക്ക് പാലവിടെ അവസാനിച്ചു. പാലത്തിൽ കയറണം. എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും? ഇവിടെ ഡൈവേഷൻ എടുത്ത് പോവാണോ എന്താ ചെയ്യേണ്ടി നോക്കട്ടെ. ഇനി ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നത് നോക്കട്ടെ ഗൈസ്. ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഗൈസ്. ഞങ്ങൾ ഇതില് തിരിഞ്ഞ് പോവാ. ഇങ്ങനെ പോയാലും തൃശ്ശൂരെത്തും, ഇങ്ങനെ പോയാലും തൃശ്ശൂർ. കുറ്റിപ്പുറത്ത് നിന്ന് ആകെ കൺഫ്യൂഷനായി ഗൈസ്. നീ ഈ ഹൈവേയിലൂടെ പോണോ അതോ കുറ്റിപ്പുറം? അവിടെ നിന്ന് ഞങ്ങളിന്ന് സ്റ്റക്കായിരുന്നു കുറച്ചു നേരം തിരിഞ്ഞു പോവാന് വേണ്ടിയിട്ട്. ഇതാണിപ്പം ഞങ്ങൾക്ക് ഗൂഗിൾ കാണിച്ചു തരുന്ന റൂട്ട്. ഇപ്പം കണ്ടോ, ഇതിലാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിടിച്ച് പോവാന്നാണ് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കണം നല്ലതാ കേട്ടോ. ഇങ്ങനെ ഇതിൽ വെച്ച് പോയാലും ഓര് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡൈവേഷൻ ഒക്കെ തരുന്നുണ്ട്. ഞങ്ങൾ ആ ഡൈവേഷൻ എടുക്കാതെ എന്താ അവസ്ഥ നോക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് വിചാരിക്കണത്. അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ റോഡ് സൈഡില് നിൽക്കുകയാണ്. ഹായ്, വെൽക്കം ബാക്ക് അല്ല, നമ്മുടെ തുടർച്ച തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ എത്തി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പോ കൊച്ചിയിലാണ്. കൊച്ചിയില് നമ്മൾ രാവിലെ 3 മണിക്കാണ് പുലർച്ചെ 3 മണിക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞങ്ങളൊരു റൂം എടുത്തു. അവിടെ ഉള്ളത് വീട്ടിൽ നന്നായിട്ട് കിടന്നുറങ്ങി. നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഇത്ര ദിവസത്തെ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാതെയാണ് വന്നത്. അതുകൊണ്ട് വിഷയമില്ല. നമ്മൾ മിനിമം വിചാരിക്കുന്ന 3 ദിവസം എന്തായാലും എടുക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ. ഒറ്റ ഡ്രൈവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ രാവിലെ എപ്പം എന്തായാലും പോയ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് നിർത്തിയൊക്കെ പോവാ. ക്ഷീണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൂം എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്ന് ശ്രമിച്ചിട്ടൊക്കെ പോവാ നല്ല രീതിയിൽ കൂടെയാണ് വന്നത്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് കൊച്ചിയില് ആര്യൻസ് റെസിഡൻസി സംതിങ് അങ്ങനെ അതാണ് ഇതിന്റെ പേര്. അവിടെയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് ഇത്രയായി 12 മണിയായില്ലോ അല്ലേ? 11 മണിയൊക്കെ ആയിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് 4 ഡേയ്സ്. 1 മണിയായി ഗൈസ്. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത് നമ്മളെന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇവിടെ കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചി ഉണ്ടല്ലോ, ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. എന്താവസ്ഥ എന്നറിയില്ല. എന്നാണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന് മുൻപ് ഇപ്പോൾ വരുന്നതിന് മുൻപ് ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വീഡിയോ ആരെങ്കിലും പോയ വീഡിയോസോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്നപ്പോൾ എന്താ പറയുക, നമുക്കിത് പോയാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ്, ഒറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളായിരുന്നു, കന്യാകുമാരി, അത്രേ ഉള്ളായിരുന്നു. എന്നാൽ അവിടെ എന്തൊക്കെയാണോന്നോ അങ്ങനെ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ പോകുകയാണ് എനിക്ക് ഓരോന്ന് നമ്മൾ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അങ്ങനെയൊക്കെ നമ്മൾക്ക് ആലോചിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കണത് എന്തായാലും ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് സംതിങ് ഒരു 5 മണിക്കൂറത്തെ 5-ലേറെ എന്തായാലും ഉണ്ടാവും യാത്രയുണ്ട് ഇങ്ങോട്ട് കന്യാകുമാരിക്ക്. അപ്പം നമ്മൾ വിചാരിച്ചു ഭയങ്കര വെയിലാണ്, പുറത്ത് നല്ല വെയിലാണ്. അപ്പം നമ്മൾ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പോവാന്ന്. ഇനിയിപ്പോൾ ഈ ഒരു വെയിലത്ത് പോയാൽ എന്താന്നുള്ളത് ഒന്നും അറിയില്ല, സത്യം പറയാലോ. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതോ ഒന്നും അറിയില്ല. ഞങ്ങൾ ഇതേപോലെ എന്താ പറയുക, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകാൻ പോണത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഫോർട്ട് കൊച്ചിക്കാണ് പോകാൻ വിചാരിക്കുന്നത്. എന്താന്നുള്ളതൊന്നും അറിയില്ല, പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ റെസിഡൻസിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 hours ആണ് നമുക്ക് ടൈം. എന്നാലും നമ്മൾ എപ്പോഴാണോ ഇങ്ങോട്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്തത്, അപ്പോൾ അവിടുന്ന് റൂം എപ്പോഴാണ് എടുത്തത് വെച്ചാൽ അതേ ടൈമിൽ, അഥവാ നമ്മളിപ്പോൾ 3 മണിക്കായതുകൊണ്ട് നമുക്ക് രാവിലെ 3 മണി വരെ നമുക്ക് ടൈം ഉണ്ട്. അതാണ് ഞാൻ പറയണത്. ഓക്കെ അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു 3 മണി ആ ടൈമിൽ തന്നെ അവിടെ കറക്റ്റ് ആ ടൈമിലൊക്കെ 7 മണി 8 മണി ആ ടൈമിലാവുമ്പോഴേക്കും അവിടെ എത്താമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് വരാമെന്ന് വെച്ചു. പക്ഷേ ഇത്ര ടൈം ആയത് എന്താണെന്നുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ രാവിലെ 3 മണിക്ക് കിടന്നുറങ്ങി. പിന്നെ പാടെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ടൈമായി ഗൈസ്. അല്ലാതെ നന്നായിട്ട് ഉറങ്ങിയതാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഫോർട്ട് കൊച്ചി പോവാം, അവിടുത്തെ വിശേഷങ്ങളും. ഇനിയിപ്പോൾ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോപ്പർ ഫോർട്ട് കൊച്ചിയാണ് ഞാൻ ഡെസ്റ്റിനേഷൻ ഇടാൻ പോകുന്നത്. അവിടെ കുറേ ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ കാണാറുണ്ട് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണാറ്. ഇനി എന്തായാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കണം. എന്നാൽ ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ ഇട്ടിട്ട് എന്നാൽ ഗൂഗിളിൽ മാപ്പ് ഇട്ടിട്ട് വേണം പോവാൻ. എന്നിട്ട് ഇനി പോകുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ വീഡിയോ ആക്കി ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ഓക്കെ.